ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലെ രണ്ട് ഒബ്ജക്റ്റുകളെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ആഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ ഓവർലോഡിങ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. സോ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഇപ്പൊ അതിനായിട്ട് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്ലാസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഒരു കൺസ്ട്രക്ടർ വെക്കുന്നു. ഇനിറ്റ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതും ഇതിനകത്ത് ബിൽറ്റ് ആണ് ഇനിറ്റ്. ഇവിടെ പോയിന്റ് എന്ന് പറയുന്നതിനകത്തുള്ളത് ക്ലാസ്സിൽ നമുക്ക് എക്സും വൈയും ആണ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ്, ഒന്ന് എക്സും ഒന്ന് വൈയും. സോ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. self.x ഈക്വൽസ്, ഇവിടെ നമുക്ക് ഇനിറ്റിനകത്ത് പാസ് ചെയ്യണം എക്സ് കോമ വൈ. ഇതാണ് രണ്ട് പാരാമീറ്റർ. അത് ഒന്ന് ക്ലാസിന്റെ എക്സിലോട്ട് വയ്ക്കുന്നു. പുറത്തുനിന്ന് ഗെറ്റ് ചെയ്യുന്ന രണ്ട് പാരാമീറ്റർ ആണ് എക്സും വൈയും. അടുത്തത് self.y is equal to y. അപ്പം നമ്മൾ പാസ് ചെയ്യുന്ന എക്സും വൈയും ഇത് ക്ലാസ്സിന്റെ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലാസ്സിൽ പോയിന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള എക്സും വൈയിലോട്ട് ഇത് വയ്ക്കുന്നു. അതാണ് ഇപ്പൊ ചെയ്തത്. ഇനി നമ്മൾ ആഡിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. അണ്ടർസ്കോർ ആഡ് എന്നാണ് വന്നത്. ഇത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഇതുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയേണ്ടത് സെൽഫ്, ഈ ഒരു ഒരെണ്ണത്തിൽ നിന്നായിരിക്കും നമ്മൾ ഈ ആഡ് കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടെണ്ണം കോൾ ചെയ്യുന്നെങ്കിൽ ഒന്ന് സെൽഫ്. അടുത്തത് നമ്മൾ പറയേണ്ടത് ഒരു പാസ് അതർ ഒബിജെ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റ് ഒബിജെ എന്ന് കൊടുക്കാം. ഒബ്ജക്റ്റ്, പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്കിത് മനസ്സിലാൻ വേണ്ടിയാണ് ഈ പേര് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിട്ടേൺ, ഇപ്പൊ നമ്മൾ രണ്ട് ക്ലാസ്സുകളെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്തുള്ള ഓൾറെഡി ഡിഫൈൻഡ് മെത്തേഡാണ് ആഡ്, അണ്ടർസ്കോർ ആഡ്. അതിനെ നമ്മൾ ഓവർറൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇപ്പം രണ്ടെണ്ണം ആണെങ്കിൽ, ഒന്ന് P1 P2 ആണെങ്കിൽ ഈ സെൽഫ് ആക്ട് ലൈക്ക്, അതായത് P1 ആയിരിക്കും. പോയിന്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് P2 ആയിരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്കിരിക്കാം. റിട്ടേൺ നമുക്ക് പോയിന്റ് പറയുക. അതിനകത്ത് സെൽഫ് .x പ്ലസ് പോയിന്റ് ഒബ്ജക്റ്റിലെ എക്സും സെൽഫിലെ എക്സും തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫിലെ വൈയും പ്ലസ് പോയിന്റ് ഒബ്ജക്റ്റിലെ വൈയുമായിട്ട് ആഡ് ചെയ്യുക. ഇത്രയും മതി. നമ്മളുടെ ഇതിനകത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് പോയിന്റ്, നമുക്ക് P1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം പോയിന്റിന്റെ. അതിനകത്തോട്ട് നമുക്ക് ഒരു 2ഉം 4ഉം പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ P2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്തോട്ട് 3ഉം 6ഉം ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു P3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പം P1 ക്രിയേറ്റ് ചെയ്തു, P2 ഒബ്ജക്റ്റ് ക്രിയേറ്റ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലെ രണ്ട് ഒബ്ജക്റ്റുകളാണ് P1 P2. നമുക്കിതിനെ ആഡ് ചെയ്യാം. P1 പ്ലസ് P2 എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫാണ്, P2 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇത് മറക്കരുത്. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് P3 ഡോട്ട് എക്സ് കോമ P3 ഡോട്ട് വൈ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കാണാം ഈ 3+2, ഈ പോയിന്റ് P1-ലെ 2ഉം P2-ലെ 3ഉം കൂടെ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ 4, P1-ലെ 4ഉം P2-ലെ 6ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. ഇതോടൊപ്പം തന്നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ആണ് സിന്റാക്സ്. സെൽഫ് പോയിന്റ് ഒബ്ജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒബിജെ എന്ന് എന്തെങ്കിലും പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പറയാം. ഇവിടെ ഞാൻ ഒബിജെ എന്നാണ് കൊടുക്കുന്നത്. സോ ഇത്രയുമേ ഉള്ളൂ. ഇവിടെ നമുക്ക് റിട്ടേൺ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. ഇവിടെ self.x minus obj
dot x self dot y minus obj dot y. ഇത്രയും മതി. ഇപ്പം നമ്മളുടെ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ റെഡിയായി. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ P3 is equal to P1 minus P2 കൊടുക്കാം. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം -1. കാരണം ഇത് 2ൽ നിന്നാണ് 3 മൈനസ് ചെയ്തത്, സോ -1. 4ൽ നിന്നാണ് 6 മൈനസ് ചെയ്തത്. ഇപ്പം നമുക്കൊന്ന് വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. ഞാനിവിടെ 12ഉം 14ഉം ആക്കി. സോ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. 12ൽ നിന്ന് 3 മൈനസ് ചെയ്ത് 9, 44ൽ നിന്ന് നമ്മൾ 6 മൈനസ് ചെയ്തു, അപ്പം നമുക്ക് 38 കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. അതും ഇതുപോലെ തന്നെ കൊടുക്കാം. ഇവിടെ കാണാം MUL മൾട്ടിപ്ലൈ എന്നുള്ളതിൻ്റെയാണ്. സെൽഫ് OBJ കൊടുക്കാം. ഒബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പോയിന്റ് എന്നുള്ള ആ ഒരു കീവേഡ് അതേപടി ഒഴിച്ച് നമ്മുടെ ക്ലാസിന്റെ പേരൊഴിച്ച് ബാക്കി എന്ത് വേണേലും കൊടുക്കാം നമുക്കിവിടെ. ഇവിടെ സെയിം റിട്ടേൺ പറയുക. ഇവിടെ സെൽഫ് ഡോട്ട് എക്സ് ഇൻറ്റു obj dot x self dot y into obj.y. ഇത്രയുമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ തിരിച്ചാക്കുന്നു. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ മാത്രം മാറ്റിയാൽ മതി. റൺ ചെയ്ത് നോക്കാം. റിട്ടേൺ ഇവിടെ കൊടുത്തില്ല, റിട്ടേൺ പോയിന്റ് എന്നുള്ളത് കൊടുത്തില്ല. സോ അതിന്റെ എററാണ് ഇവിടെ വന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം 1 into 3 3 കിട്ടി, 4 into 6 24 കിട്ടി. ഇപ്പൊ നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ടതെങ്കിൽ ഡിവ് ഇവിടെ ട്രൂ ഡിവ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സെൽഫ് കൊടുക്കുക, ഒരു ഒബ്ജക്റ്റ് കൊടുക്കുക, രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ OBJ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് റിട്ടേൺ പറയുക പോയിന്റ് സെൽഫ് ഡോട്ട് എക്സ് ബൈ OBJ self dot x by obj dot x self dot y by obj dot y. obj dot y എന്നാണ്. സോ ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ കൂടെ ഡിവിഷൻ സിമ്പിൾ ആക്കാം. ഇവിടെ അതിന് മുമ്പ് വാല്യൂസ് ഒന്ന് മാറ്റാം. ഇവിടെ നമുക്ക് 9 ആക്കാം, ഇവിടെ 12 ആക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു 15 ആക്കാം, ഇവിടെ 12 ആക്കാം. ഇനി നമുക്ക് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് ആദ്യത്തേത് 15/3 നമുക്ക് 5 എന്ന് കിട്ടി, 12/6 നമുക്ക് 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇപ്പോൾ ഈ 3യുടെ വാല്യൂസ് ഇങ്ങനെ കിട്ടി. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റുകളിൽ എങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.